കണ്ണൂർ പെരിങ്ങത്തൂരിൽ മൊബൈൽ ഗെയിം വിലക്കിയതിന് 17കാരൻ നാടുവിട്ടു. നമ്മുടെ കുട്ടികൾ ഫോണിൽ ഇങ്ങനെ ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതൊക്കെ ഇത്ര പ്രശ്നമാണോ? ഒരിക്കലും അല്ല. അല്ലെങ്കിൽ എപ്പോഴാണ് ഇത് ശരിക്കും പ്രശ്നമായിട്ട് തുടങ്ങുന്നത്? എപ്പോഴാണ് കുട്ടിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ കുട്ടിയുടെ മൈൻഡിനെ ഈ ഗെയിമും വീഡിയോയും ഒക്കെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത്? അപ്പോഴാണ് ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ട് തുടങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ, ഫോൺ കിട്ടിയില്ലെങ്കിൽ ഹോംവർക്ക് ചെയ്യില്ല, വീഡിയോ ഗെയിം കളിക്കാൻ കൊടുത്തില്ലെങ്കിൽ അന്ന് സ്കൂളിൽ പോയില്ല, ഭക്ഷണം കഴിക്കില്ല. അതിൻ്റെ ഒരു എക്സ്ട്രീമാണ് ഫോൺ കിട്ടാതായപ്പോഴേക്കും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. സോ എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? വീട്ടിൽ എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിജിറ്റൽ സ്പേസ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക? ഇതിനായിട്ട് ഒരു 6 സിമ്പിൾ റൂൾസ് നോക്കിയാലോ? ആദ്യമായിട്ട്, യു ആർ ദ ബോസ്. അതായത് ഫോണിൽ വീഡിയോ കളിക്കുന്നതായിക്കോട്ടെ, അതെല്ലാം നിയന്ത്രിക്കേണ്ടത് എപ്പോഴും കുട്ടിയായിരിക്കണം, അല്ലാതെ ഗെയിമിൻ്റെ ലെവലായിരിക്കരുത് അത് നിയന്ത്രിക്കേണ്ടത്. രണ്ടാമതായിട്ട്, ഒരു 5 മിനിറ്റ് ട്രാൻസിഷൻ ടൈം. പെട്ടെന്ന് ഗെയിം അല്ലെങ്കിൽ വീഡിയോ നിർത്തുന്നതിന് പകരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിർത്താനായിട്ട് പറയുന്നത് കുഞ്ഞിന് ശരിയായ ഒരു ട്രാൻസിഷൻ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമതായിട്ട്, ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. എപ്പോഴും കുട്ടിയുടെ കൺമുന്നിൽ ഫോൺ വേണ്ട. കുട്ടി ഫുഡ് കഴിക്കുമ്പോഴും അതേപോലെ ഉറങ്ങാനായിട്ട് ബെഡിൽ കിടക്കുമ്പോഴൊക്കെ ആ ഒരു സ്പേസിൽ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് കുട്ടിയോടൊപ്പം മുതിർന്നവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നാലാമതായിട്ട്, ഫസ്റ്റ് ലൈഫ് ദെൻ സ്ക്രീൻ. കുട്ടിയുടെ ഭക്ഷണവും ഉറക്കവും പഠനവും ബാക്കി ഔട്ട്ഡോർ ആക്ടിവിറ്റീസും കഴിഞ്ഞിട്ട് ഉള്ള ഒരു സമയം മാത്രം സ്ക്രീനിനായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമതായിട്ട്, ഡോപ്പമിൻ റീപ്ലേസ്മെൻറ്റ്. പെട്ടെന്ന് ഗെയിമൊക്കെ നിർത്തിയിട്ട് വെറുതെ ഇരിക്കാൻ പറയുന്നതിന് പകരം കുട്ടിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന മറ്റ് ആക്ടിവിറ്റീസ്, അതായത് സൈക്ലിങ്, സ്പോർട്സ്, ഡ്രോയിങ് പോലുള്ള ആക്ടിവിറ്റീസിലേക്കൊക്കെ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആറാമതായിട്ട്, ബോർഡം ആൻഡ് ഇമോഷണൽ ബൗണ്ടറീസ്. അതായത് കുഞ്ഞ് ബോറടിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന ഒരു പ്രവണത ചെറുപ്പം മുതലേ ചെയ്യുന്നത് നല്ലതല്ല. കുറച്ച് സമയം ബോറടിക്കാനായിട്ട് വിടുന്നത് കുഞ്ഞിൻ്റെ ശരിയായ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും അതേപോലെ കുഞ്ഞിൻ്റെ ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് ചെറുപ്പം മുതലേ കരയുമ്പോൾ കുഞ്ഞിന് ഫോൺ കൊടുക്കുന്നത്. ഇത് കുഞ്ഞിനൊരു ബിഹേവിയറൽ കണ്ടീഷനിങ്ങിലേക്ക് വിടുക. അതായത് കുഞ്ഞിന് കരഞ്ഞാൽ ഫോൺ കിട്ടും എന്നുള്ളൊരു തോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു ദിവസം കൊണ്ട് വലിയ മാറ്റം വരില്ല, പക്ഷെ ഓരോ ദിവസവും ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉറപ്പായിട്ടും വ്യത്യാസം വരും.